നമസ്കാരം. മിഡിസ്റ്റാർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. യുഎഇയിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അനുമതി. മനുഷ്യ ക്ലോണിംഗും ദയാവധവും പൂർണ്ണമായി നിരോധിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ ഭീഷണിയിലാണെങ്കിൽ 120 ദിവസത്തിനുള്ളിൽ ഗർഭചിത്രത്തിനും അനുമതി. സൗദിയിൽ മൊബൈൽ കടകളിലെ സമ്പൂർണ്ണ സൗദിവൽക്കരണം മലയാളികളുടെ വയറ്റിത്തടിക്കുന്നു. സൗദികളെ നിയമിക്കാത്ത കടകൾ അധികൃതർ അടച്ചുപൂട്ടുന്നു. മൊബൈൽ കടകൾക്ക് ഇലക്ട്രോണിക്സ് ഷോപ്പുകളുമായി രൂപാന്തരം. എണ്ണവില കുറഞ്ഞെങ്കിലും വിമാന ടിക്കറ്റ് നിരക്കിൽ ആ കുറവ് ലഭിക്കില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ കെ ശ്യാം സുന്ദർ. എയർ ഇന്ത്യ എക്സ്പ്രസ് ചരിത്രത്തിലാദ്യമായി ഇക്കുറി ലാഭമുണ്ടാക്കിയതിൽ കുറഞ്ഞ എണ്ണവിലയ്ക്ക് പങ്കുണ്ടെന്നും ശ്യാം സുന്ദർ. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യ ക്ലോണിംഗും ദയാവധവും പൂർണ്ണമായി നിരോധിച്ച് യുഎഇയിൽ നിയമം പാസാക്കി. ലിംഗമാറ്റം സംഭവിച്ചവർക്ക് മാറ്റം പൂർണ്ണമാക്കുന്നതിന്റെ ഭാഗമായി ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാനും പുതിയ നിയമം അനുമതി നൽകുന്നു. യുഎഇ പ്രസിഡന്റ് ഷൈഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ചികിത്സാ ഉത്തരവാദിത്ത നിയമം പ്രഖ്യാപിച്ചത്. രോഗിയുടെയും ബന്ധുക്കളുടെയും സമ്മതമുണ്ടെങ്കിലും ഒരു കാരണവശാലും ദയാവധം അനുവദനീയമല്ലെന്ന് നിയമം വ്യക്തമാക്കുന്നു. ശ്വാസകോശ സ്തംഭനം, രക്തചംക്രമണം പൂർണ്ണമായി തടസ്സപ്പെടുന്ന ഹൃദയസ്തംഭനം, മസ്തിഷ്ക മരണം എന്നിവ സംഭവിച്ചാലല്ലാതെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ രോഗിയിൽ നിന്ന് മാറ്റരുത്. നിയമലംഘകർക്ക് 10 വർഷമാണ് തടവ്. ദീർഘകാലമായി അസുഖം മാറാത്ത രോഗിയുടെ കാര്യത്തിൽ എല്ലാ ചികിത്സയും വിഫലമായാൽ കുറഞ്ഞത് 3 വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായപ്രകാരം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റി രോഗിയെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാം. ഇത്തരം കേസുകളിൽ രോഗിയുടെയോ ബന്ധുക്കളുടെയോ സമ്മതം ആവശ്യമില്ല. എന്നാൽ ചികിത്സ കൊണ്ട് ഒരു ഫലമില്ലെങ്കിലും ജീവൻരക്ഷാ ഉപകരണങ്ങൾ വേണമെന്ന് രോഗി ആവശ്യപ്പെട്ടാൽ അത് തടയാൻ പാടില്ല. മനുഷ്യന്റെ ജനിതക പകർപ്പ് സൃഷ്ടിക്കുന്ന ക്ലോണിംഗ്, മനുഷ്യകോശങ്ങളുടെ പുനരുത്പാദനം എന്നിവ നിയമം വിലക്കുന്നു. ലിംഗമാറ്റം സംഭവിച്ചവർക്ക് അവരുടെ സ്വഭാവത്തിനും രൂപത്തിനും യോജിച്ച ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകുന്നതിനൊപ്പം മനുഷ്യ ശരീരത്തിൽ കൃത്രിമ അവയവങ്ങൾ പിടിപ്പിക്കുന്നതിന് നിയമം അനുമതി നൽകുന്നുണ്ട്. സ്വാഭാവിക രീതിയിൽ കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ദമ്പതികൾക്ക് അവർ വിവാഹിതരാണെങ്കിൽ വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി കൃത്രിമ ബീജസങ്കലനം, IVF എന്നിവയ്ക്ക് വിധേയമാകാം. ചികിത്സ തുടങ്ങാൻ ഇത്തരം ഗർഭധാരണത്തിന് സന്നദ്ധമാണെന്ന സമ്മതപത്രം ഒപ്പിട്ട് നൽകിയിരിക്കണം. ഗർഭസ്ഥ ശിശുവിന് സുഖപ്പെടുത്താനാവാത്ത അസുഖം ശ്രദ്ധയിൽപ്പെട്ടാൽ 120 ദിവസം പിന്നിടാത്ത ഭ്രൂണം അലസിപ്പിക്കാനും കർശന വ്യവസ്ഥകളോടെ നിയമം അനുമതി നൽകുന്നു. മീഡിയ 1 ദുബായ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദുബായിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം തന്നെയാണ് യുഎഇ പാസാക്കിയിരിക്കുന്നത്. ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ നിയമം ബാധകമാകുക? മനുഷ്യ ക്ലോണിംഗും ദയാവധവും പൂർണ്ണമായി നിരോധിച്ച് യുഎഇയിൽ നിയമം പാസാക്കി. ലിംഗമാറ്റം സംഭവിച്ചവർക്ക് മാറ്റം പൂർണ്ണമാക്കുന്നതിന്റെ ഭാഗമായി ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാനും പുതിയ നിയമം അനുമതി നൽകുന്നു. യുഎഇ പ്രസിഡന്റ് ഷൈഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ചികിത്സാ ഉത്തരവാദിത്ത നിയമം പ്രഖ്യാപിച്ചത്. ഈ വാർത്തയിലേക്ക് തിരികെ വരാം. അതിനു മുമ്പ് മറ്റൊരു വാർത്തയിലേക്ക്. മൊബൈൽ കടകളിൽ സൗദിവൽക്കരണം നടപ്പാക്കിയതോടെ മലയാളികളടക്കം 100 കണക്കിന് പ്രവാസികളുടെ ജീവിതമാർഗം ഇല്ലാതായിരിക്കുന്നു. സൗദി യുവതീ-യുവാക്കൾക്ക് ജോലി നൽകുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് 100% സൗദിവൽക്കരണം പ്രാബല്യത്തിൽ വന്നത്. ജൂൺ മുതലാണ് മൊബൈൽ വിൽപ്പന, അറ്റകുറ്റപ്പണി എന്നീ മേഖലകളിൽ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്തിയത്. ഓരോ കടയിലെയും പകുതി ജീവനക്കാർ സ്വദേശികളാകണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിർദ്ദേശം. സെപ്റ്റംബർ മുതൽ എല്ലാ ജീവനക്കാരും സൗദികളായിരിക്കണമെന്ന് തൊഴിൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് പലതവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇളവ് പ്രതീക്ഷിച്ച പ്രവാസികൾ പരിശോധന ശക്തമായതോടെ മേഖല വിട്ടു. റിയാദ്, ജിദ്ദ, ദമാം തുടങ്ങിയ നഗരങ്ങളിലെല്ലാം തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട്. തീരുമാനം നടപ്പാക്കാത്ത കടകൾ അധികൃതർ പൂട്ടി. സൗദി ജീവനക്കാരെ നിയമിക്കാത്ത മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന കടകൾ പലതും അടഞ്ഞുകിടക്കുകയാണ്. മൊബൈൽ കാർഡുകളും മറ്റും വിറ്റിരുന്ന മലയാളികൾ പലരും സ്വദേശി ജീവനക്കാർ ഇല്ലാത്തതിനാൽ കടകൾ അടച്ചിരിക്കുകയാണ്. തൊഴിൽ, ആഭ്യന്തരം, വാണിജ്യം, വാർത്താവിനിമയം, തദ്ദേശം എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് സൗദി ജീവനക്കാരെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ രംഗത്തുള്ളത്. മലയാളികളുടെ പല സ്ഥാപനങ്ങളും ഇലക്ട്രോണിക്സ്, വാച്ച്, ഫാൻസി കടകളായി മാറ്റിയിട്ടുണ്ട്. ഇതിന് സാധിക്കാത്തവർ കടകളടച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 1ഉം 2ഉം ജീവനക്കാരുള്ള ചെറിയ കടകളിലാണ് മലയാളികൾ കൂടുതലും ജോലി ചെയ്യുന്നത്. 100% സ്വദേശീവൽക്കരണം നടപ്പായതോടെ വർഷങ്ങളായി വിദേശികൾ ജോലി ചെയ്തിരുന്ന മേഖലയാണ് ഇല്ലാതായത്. ഇനി ഏത് മേഖലയിലേക്കാണ് എന്ന ആശങ്കയോടെയാണ് പ്രവാസികൾ. മുഹമ്മദ് ഷരീഫ്, മീഡിയ 1 ദമാം. മനുഷ്യ ക്ലോണിംഗും ദയാവധവും പൂർണ്ണമായി നിരോധിച്ച് യുഎഇയിൽ നിയമം പാസാക്കി. ലിംഗമാറ്റം സംഭവിച്ചവർക്ക് മാറ്റം പൂർണ്ണമാക്കുന്നതിന്റെ ഭാഗമായി ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനും പുതിയ നിയമം അനുമതി നൽകുന്നു. യുഎഇ പ്രസിഡന്റ് ഷൈഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ചികിത്സാ ഉത്തരവാദിത്ത നിയമം പ്രഖ്യാപിച്ചത്.
നിയമത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷിനോജ് ഷംസുദ്ദീൻ ചേരുകയാണ് ദുബായിൽ നിന്നും. ഷിനോജ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം തന്നെയാണ് UAE പാസാക്കിയിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? അഞ്ജിത, മെഡിക്കൽ രംഗത്തെ പുതിയ പ്രവണതകളുടെയും പുതിയ കണ്ടെത്തലുകളുടെയും പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കൃത്യമായി നിർവചിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യാതൊരു കാരണവശാലും ദയാവധം UAE-യിൽ അനുവദിക്കില്ല എന്നുള്ളത് നിയമം വ്യക്തമാക്കുന്നു. അതേസമയം ചികിത്സകൾ ഫലിക്കാതെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ മാത്രം സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന രോഗികളെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാവുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് ഇതിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റി അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാൻ നിയമം അനുമതി നൽകുന്നു. അതേസമയം രോഗി നേരത്തെ തന്റെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ആർക്കും ബന്ധുക്കൾക്കോ ആർക്കോ ഇത്തരത്തിലുള്ള ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. അതുപോലെ ഗർഭഛിദ്രം പോലുള്ള കാര്യങ്ങളിലും കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 വിദഗ്ധർ, അതായത് ശിശുരോഗ വിദഗ്ധർ, സ്ത്രീരോഗ വിദഗ്ധർ, ഡിജിറ്റൽ മെഡിക്കൽ ഇമേജിംഗ് വിദഗ്ധർ എന്നിവർ ഗർഭസ്ഥ ശിശു ഒരിക്കലും സുഖപ്പെടുത്താനാവാത്ത അസുഖത്തിന് വിധേയമാണ് എന്ന് തെളിയിച്ചാൽ ഭ്രൂണത്തിന് 120 ദിവസത്തിൽ കൂടുതൽ പ്രായമില്ലെങ്കിൽ ആ ദമ്പതികളുടെ സമ്മതത്തോടുകൂടി ഗർഭഛിദ്രം നടത്താമെന്നാണ് പുതിയ നിയമം പറയുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ലിംഗമാറ്റം സംഭവിച്ച ആൾക്കാരിൽ അവരുടെ അപ്പിയറൻസും അതുപോലെ തന്നെ അവരുടെ സ്വഭാവവും കറക്റ്റ് ചെയ്യുന്നതിന് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താമെന്നാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. അതേസമയം സ്ത്രീയായിരിക്കുന്ന ഒരാൾക്ക് പുരുഷനായി മാറാനോ പുരുഷനായി ഇരിക്കുന്ന ആൾക്ക് സ്ത്രീയായി മാറാനോ പുതിയ ഒരു ശസ്ത്രക്രിയ നടത്താനുള്ള അനുമതി UAE-യിൽ ഇപ്പോഴുമില്ല. ഇത്രയുമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. അഞ്ജിത, ഷിനോജ്, പൊതുജനങ്ങൾ ഈ നിയമത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? നിയമം ഇന്നലെയാണ് ഫലത്തിൽ വന്നിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വലിയ നിർബന്ധങ്ങളും വലിയ ചട്ടങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് UAE. ഇതിൽ കുറച്ചുകൂടി കൃത്യമായി നിർവചിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിൽ വിട്ടുവീഴ്ചയാകാം, ഏതൊക്കെ തരത്തിൽ ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാം. ക്ലോണിങ്ങിനും ദയാവധത്തിനും യാതൊരു വിധത്തിലുള്ള നിയമ സാധുതയില്ല എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ചില വിട്ടുവീഴ്ചകൾ ഇത്തരം നിയമങ്ങളിൽ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. അഞ്ജിത, ശരി ഷിനോജ്. മറ്റൊരു വാർത്തയിലേക്ക്. കുവൈത്തിൽ താമസരേഖകൾ ഇല്ലാതെ കഴിയുന്ന ഇന്ത്യക്കാരെ പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ്. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈത്തിലെത്തിയ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റിനെ ഒരാഴ്ചക്കുള്ളിൽ കുവൈത്തിലേക്ക് അയക്കുമെന്നും VK സിംഗ് പറഞ്ഞു. തികച്ചും സൗഹൃദപരം എന്ന ആമുഖത്തോടെയാണ് VK സിംഗ് തന്റെ സന്ദർശനത്തെക്കുറിച്ച് വിശദീകരിച്ചു തുടങ്ങിയത്. കുവൈത്ത് വിദേശകാര്യമന്ത്രി, വിദേശകാര്യ സഹമന്ത്രി, തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. All problems are solvable. It requires time to find ways and means and to increase our interaction both at the political and the official level in Kuwait. There are approximately 29,000 people who are having problem because of their papers and the legality of staying here. We have requested the government of Kuwait that since these people are a problem, they should find out ways and means so that we can take them back to India as fast as possible. പൊതുമാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുവൈത്തിന്റെ അധികാരപരിധിയിൽപ്പെടുന്നതാണെന്നും അതാതു രാജ്യത്തെ നിയമങ്ങളെ മറികടന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. വൈകിട്ട് എംബസിയിൽ നടന്ന കമ്മ്യൂണിറ്റി മീറ്റിംഗിലും മന്ത്രി പങ്കെടുത്തു. I'm sending the Protector General of Immigrants in next 1 week's time. Shoot this question at him so that he can come and tell me what action he will take. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. എണ്ണവില കുറഞ്ഞെങ്കിലും വിമാന ടിക്കറ്റ് നിരക്കിൽ ആ കുറവ് ലഭിക്കില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് CEO K ശ്യാമസുന്ദർ. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ചരിത്രത്തിലാദ്യമായി ഇക്കുറി ലാഭമുണ്ടാക്കിയതിൽ കുറഞ്ഞ എണ്ണവിലയ്ക്ക് പങ്കുണ്ടെന്ന് അദ്ദേഹം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കഴിഞ്ഞ സാമ്പത്തിക വർഷം 361 കോടിയിലേറെ ലാഭമുണ്ടാക്കാൻ ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസിന് കഴിഞ്ഞു. കുറഞ്ഞ എണ്ണവിലയ്ക്ക് പുറമെ റൂട്ടുകളും വിമാനങ്ങളും വിദഗ്ധമായി ഉപയോഗിച്ചതാണ് ഈ നേട്ടത്തിന് കാരണം. എന്നാൽ ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കുന്നത് എണ്ണവില മാത്രമല്ലെന്ന് ശ്യാം സുന്ദർ പ്രതികരിച്ചു. Ticket prices are governed by the market and the competition. Chandigarh to Sharjah and back, we have a fare of about 15,000 rupees. And the press was saying that Chandigarh to Chennai and back cost them 25,000 rupees. So there you are. See, fares are not going to be, if we wanted to, we can't keep them high. If we wanted to, we can't keep them low. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 80% വിമാനങ്ങളും കൃത്യമായി സമയം പാലിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ വൈകുന്നതിന് കാരണമായി പറഞ്ഞത് ഇതാണ്. Congestion in the airways. Flights returning from Gulf points, flying over Oman, we do have some challenges of getting clearances, flight clearances. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷാർജ ചണ്ഡീഗഡ് വിമാനം ഈ മാസം 15-നും ഷാർജ തിരുച്ചിറപ്പള്ളി സർവീസ് 14-നും ആരംഭിക്കും. UAE-യിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് ആദ്യമായാണ് വിമാന സർവീസ് ആരംഭിക്കുന്നത്. ഇന്ത്യൻ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷൺ, എയർ ഇന്ത്യ എക്സ്പ്രസ് റീജിയണൽ മാനേജർ മെൽവിൻ ഡി സിൽവ, GSA പ്രതിനിധി അബ്ദുൽ വാഹിദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ഖത്തറിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകളിലും ഏകീകൃത കരാർ നടപ്പാക്കാൻ കർശന നിർദ്ദേശം. സാമ്പത്തിക വാണിജ്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവുമാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരാർ സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് പഠനത്തിനെത്തുന്നവരിൽ നിന്ന് അധിക ഫീസ് ഈടാക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടും. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനത്തിനെത്തുന്നവർ സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും സാമ്പത്തിക വാണിജ്യ മന്ത്രാലയവും പുറപ്പെടുവിച്ചത്. പുതിയ ഏകീകൃത കരാറിൽ പറഞ്ഞിരിക്കുന്ന ഫീസിനേക്കാൾ കൂടുതൽ തുക ഈടാക്കുന്ന സ്കൂളുകളെ നിരോധിക്കും. നിലവിൽ 9 ഡ്രൈവിംഗ് സ്കൂളുകളാണ് രാജ്യത്തുള്ളത്. ഇവയിൽ ഒട്ടുമിക്ക സ്കൂളുകളും ഏകീകൃത കരാർ പ്രാവർത്തികമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കരാറിൽ പറയുന്ന കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ട്രെയിനിക്ക് സ്കൂൾ ഭരണനിർവഹണ ഓഫീസിൽ പരാതി നൽകാം. ഓഫീസിൽ നിന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പരാതിയുമായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത ജനറൽ ഡയറക്ടറേറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ ഫ്രോഡ് വകുപ്പ് എന്നിവയെ സമീപിക്കാം. ഡ്രൈവിംഗ് പഠനത്തിനെത്തുന്നയാൾ തെരഞ്ഞെടുക്കുന്ന ഭാഷയിൽ പ്രാവീണ്യമുള്ള പരിശീലകന്റെ ലഭ്യത നിർബന്ധമായും ഉറപ്പാക്കണം. പരിശീലനം നൽകുന്നയാൾ പുരുഷനാണെങ്കിൽ വനിതാ ട്രെയിനിക്ക് പരിശീലനത്തിനിടയിൽ രക്ഷകർത്താവിനെ ഒപ്പം കൂട്ടാം. എന്നാൽ രക്ഷകർത്താവ് ട്രെയിനിയുടെ ജോലിക്കിടയിൽ ഇടപെടാൻ പാടില്ല. പരിശീലനം നേടുന്നയാൾ പണമായി വേണം ഫീസ് നൽകാൻ. രാജ്യത്തെ ചില ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ അവകാശം ലംഘിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഏകീകൃത കരാർ നടപ്പാക്കാൻ മന്ത്രാലയങ്ങൾ നിർദ്ദേശം വെച്ചത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. കഴിഞ്ഞ വർഷത്തെ ഹജ്ജിനിടെ മക്കയിലുണ്ടായ ക്രെയിൻ അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് പാലക്കാട്ടെ ഒരു കുടുംബം. അപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശി മൂമിനയുടെ ഭർത്താവിനും 3 മക്കൾക്കും നടുക്കുന്ന ഓർമ്മയാണ് ആ ഹജ്ജ് കാലം. പ്രഖ്യാപിച്ച നഷ്ടപരിഹാരവും ഈ കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പാലക്കാട് മീനാനഗർ കോളനിയിലെ മോമിന ഭർത്താവ് മുഹമ്മദ് ഇസ്മായിലിനൊപ്പമാണ് കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയത്. 2015 സെപ്റ്റംബർ 11 ഹറമിലുണ്ടായ ക്രെയിൻ അപകടത്തിൽ മുഅ്മിനയടക്കം 111 പേരാണ് മരിച്ചത്. തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ 2-3 ജനാസ കണ്ടായിരുന്നു. എനിക്കൊരു സംശയം, അതിനൊന്ന് നോക്കണം എന്ന് എനിക്ക് തന്നെ തോന്നി. നോക്കിയപ്പോൾ നോക്കിയ ആൾ തന്നെ അവരായിരുന്നു. മക്കളായ ആയിഷ മറിയം, ആഷിഫ്, അൻസിഫ് എന്നിവർക്ക് ഉമ്മ പിരിഞ്ഞുപോയതിന്റെ നൊമ്പരം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇവന്മാരപ്പോഴൊന്നും അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞിട്ട് ഇവന്മാരൊക്കെ അറിഞ്ഞത്. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം സൗദി റിയാൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. 2 ബന്ധുക്കൾക്ക് ഈ വർഷം സൗദി രാജാവിന്റെ അതിഥികളായി ഹജ്ജിന് അവസരം നൽകുമെന്നും അറിയിച്ചിരുന്നു. സൗദി ഗവൺമെന്റ് ഭാഗത്തുനിന്നോ ഇന്ത്യൻ എംബസിന്നോ നമുക്ക് യാതൊരു വിവരം വന്നിട്ടില്ല. വിശുദ്ധ ഭൂമിയിൽ അന്തിയുറങ്ങുന്ന മുഅ്മിനക്കായി പ്രാർത്ഥനകളിൽ മുഴുകുകയാണ് ഹജ്ജുകാലത്ത് ഈ കുടുംബം. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം BK സുഹൈൽ, മീഡിയ 1, പാലക്കാട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വരവിന്റെ 1ാം ഘട്ടം പൂർത്തിയായതായി സൗദി പാസ്പോർട്ട് വിഭാഗം മേധാവി മേജർ ജനറൽ സുലൈമാൻ അൽ യഹ്യ പറഞ്ഞു. 13 ലക്ഷത്തിലധികം വിദേശ തീർത്ഥാടകർ പുണ്യനഗരികളിൽ എത്തിക്കഴിഞ്ഞു. വ്യാജ ഹജ്ജ് രേഖകൾ കണ്ടെത്താൻ അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനമാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ മതിയായ രേഖകളില്ലാതെ എത്തിയ 216 വിദേശ തീർത്ഥാടകരെ തിരിച്ചയക്കുകയും 25 വ്യാജരേഖകൾ പിടികൂടുകയും ചെയ്തു. തീർത്ഥാടകരായ സ്ത്രീകളുടെ സേവനങ്ങൾക്ക് പരിശീലനം ലഭിച്ച വനിതാ പാസ്പോർട്ട് ഓഫീസർമാരും പ്രവർത്തിച്ചു വരുന്നതായി സുലൈമാൻ അൽ യഹ്യ പറഞ്ഞു. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി ഇന്ത്യയിൽ നിന്നെത്തിയ തീർത്ഥാടകർ മദീന സന്ദർശനം പൂർത്തിയാക്കി മക്കയിലെത്തി തുടങ്ങി. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും ഇന്ന് വൈകുന്നേരത്തോടെ മക്കയിലേക്ക് തിരിക്കും.
10 ദിവസത്തോളം മദീനയിൽ ചിലവഴിച്ചാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. ഹജ്ജിന്റെ ഇഹ്റാമിലാണ് ഭൂരിഭാഗം തീർത്ഥാടകരും മക്കയിലെത്തുന്നത്. ദുൽഹജ്ജ് 10 തിങ്കളാഴ്ച വരെ ഇവർക്ക് ഇഹ്റാമിൽ കഴിയേണ്ടി വരും. മിക്ക മലയാളി സ്വകാര്യ ഗ്രൂപ്പുകളും അസീസിയയിലാണ് താമസമൊരുക്കിയിരിക്കുന്നത്. ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദ വിമാനത്താവളം വഴിയാണ് ഇവർ നാട്ടിലേക്ക് തിരിക്കുക. രണ്ടാം ഘട്ടത്തിൽ മക്കയിലെത്തിയ ഹാജിമാർ ഹജ്ജിന് ശേഷമാണ് മദീന സന്ദർശിക്കുക. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ തീർത്ഥാടകരും ഹജ്ജിന് ശേഷമാണ് മദീന സന്ദർശനം നടത്തുക. ബലിപെരുന്നാളിന് മുന്നോടിയായി UAEയിൽ 682 തടവുകാർക്ക് മോചനം. വിവിധ ജയിലുകളിൽ കഴിയുന്ന 442 പേർക്ക് UAE പ്രസിഡന്റ് ഷൈഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ മാപ്പ് നൽകിയപ്പോൾ ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷൈഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 130 തടവുകാർക്ക് മാപ്പ് നൽകി. അജ്മാൻ ഭരണാധികാരി ഷൈഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി 110 തടവുകാരെയും വിട്ടയച്ചു. സൗദി അറേബ്യക്കെതിരെ ഇറാനിയൻ നേതാവ് അലി ഖാംനെയ് ചൊവ്വാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ ശക്തമായി പ്രതിഷേധിച്ചു. ഹജ്ജ് സംബന്ധമായ വിഷയത്തിൽ ഇറാൻ നേതാവ് നടത്തിയ പ്രസ്താവന വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള കടന്നാക്രമണമാണെന്ന് GCC സെക്രട്ടറി ജനറൽ അബ്ദുൽ ലത്തീഫ് അൽ സയ്യാനി പറഞ്ഞു. പവിത്രമായ ഇരു ഹറമുകളും സ്ഥിതി ചെയ്യുന്ന പുണ്യപ്രദേശത്ത് ലോക മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയ വേളയിൽ നടത്തിയ ഈ പ്രസ്താവന പുണ്യകർമ്മത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പാഴ്ശ്രമത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് സൗദി അറേബ്യ നടത്തുന്ന പരിശ്രമങ്ങൾ മുസ്ലിം ലോകത്തിന് നന്നായി അറിയാമെന്നും സെക്രട്ടറി ജനറൽ പറഞ്ഞു. സൗദി അറേബ്യയിൽ സൗജന്യ ആപ്ലിക്കേഷനുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം നിഷേധിച്ചു. അത്തരത്തിലുള്ള യാതൊരു തീരുമാനവും ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം കൈക്കൊണ്ടിട്ടില്ല. ഇന്നലെയും ഇന്നുമായി 1,14,000 തീർത്ഥാടകർ മദീനയിൽ നിന്നും മക്കയിലെത്തി. മദീനയിൽ നിന്ന് ചൊവ്വാഴ്ച മാത്രം തീർത്ഥാടകരുമായി 1600 ബസ്സുകൾ മക്കയിലെത്തിയതായി ഹജ്ജ് ട്രാൻസ്പോർട്ട് സ്വകാര്യ ഏജൻസി വിഭാഗം ജനറൽ കോർഡിനേറ്റർ ഫൈസൽ സിദ്ദി പറഞ്ഞു. ഇതിലൂടെ ഒറ്റ ദിവസം മാത്രം 59,000 തീർത്ഥാടകരാണ് മക്ക, മിന എന്നിവിടങ്ങളിലെത്തിയത്. ഇന്ന് 1563 ബസ്സുകളിലായി 55,000-ഓളം തീർത്ഥാടകരും മദീനയിൽ നിന്ന് മക്കയിലെത്തി. മദീനയിൽ നിന്ന് ട്രാക്ക് വഴിയാണ് ഹാജിമാരുടെ മക്ക യാത്ര സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപ്രകാരം ഹാജിമാരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നു തന്നെ തീർത്ഥാടകരെ കയറ്റി ദുൽഹുലൈഫ വഴിയാണ് ബസ്സുകൾ മക്കയിലേക്ക് പുറപ്പെടുക. കഴിഞ്ഞ ദിവസങ്ങളിൽ മദീനയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ യാത്രാ പദ്ധതികൾ വിജയം കണ്ടതായും ഫൈസൽ സിദ്ദി പറഞ്ഞു. സൗദിയിൽ എണ്ണ വിലയിടിവ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഈദാഘോഷത്തിന്റെ നിറം കെടുത്തുന്നു. ചെലവ് ചുരുക്കാൻ നിർബന്ധിതരാവുകയാണ് ഓരോ സൗദി കുടുംബവും. വിപണിയിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതോടെ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് സൗദി ഇപ്പോൾ. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഗവൺമെന്റ് പദ്ധതികൾ വെട്ടിക്കുറച്ചത് ഇറക്കുമതിയിൽ 24% കുറവുണ്ടാക്കി. ചെലവ് ചുരുക്കൽ നയം 1 കോടിയിലേറെ വിദേശ തൊഴിലാളികളെ ബാധിച്ചു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിയമതടസ്സങ്ങളുള്ളതിനാൽ സ്വദേശി പൗരന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. സൗദിയിൽ നിലവിലെ തൊഴിലില്ലായ്മ നിരക്ക് 11.5%. സ്വദേശികൾ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന ഗവൺമെന്റ് മേഖലയിലുള്ള ചെലവ് ചുരുക്കൽ സ്വദേശി പൗരന്മാരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓവർ ടൈം വേതനം, പരിധികളില്ലാത്ത ബോണസ്, അങ്ങനെ ആകർഷകമായതെല്ലാം ഗവൺമെന്റ് ജോലികളിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയാണ്. എണ്ണ വിപണിയെ ആശ്രയിക്കാത്ത സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിനായി സൗദി പൗരന്മാരുടെ സ്വകാര്യ വ്യവസായത്തിന് സർക്കാർ പ്രോത്സാഹനം നൽകുന്നുണ്ട്. എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പ്രതിസന്ധിയെ മറികടക്കുക എന്നതാണ് ലക്ഷ്യം. ചെലവ് ചുരുക്കലിന്റെ പ്രത്യാഘാതങ്ങൾ സൗദിയിലെ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവയും സാരമായി ബാധിച്ചു. റീറ്റെയിലിംഗ് കമ്പനികളുടെ വിൽപ്പനയിൽ 25% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കൂടുതൽ സബ്സിഡികൾ വെട്ടിക്കുറക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. മലയാളി തീർത്ഥാടകൻ മക്കയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. മലപ്പുറം പുത്തനത്താണി നീലിയാട്ട് തായോട്ടിയാണ് ബുധനാഴ്ച വൈകുന്നേരം താമസ സ്ഥലത്ത് കൊഴിഞ്ഞു വീണത്. ഭാര്യ മൈമൂനയും ഹജ്ജിന് കൂടെ വന്നിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന സെപ്റ്റംബർ 3 ഇവർ മക്കയിലെത്തിയത്. അസീസിയയിൽ താമസിക്കുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് പോകാൻ ഹജ്ജ് മിഷൻ ഏർപ്പെടുത്തിയ ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ഇനി ഹജ്ജിന് ശേഷം മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ. ഇന്ന് രാവിലെ 10 മണിയോടെ ഹറമിലേക്ക് ഒരു തീർത്ഥാടകനെയും കൊണ്ടുപോകുന്നില്ല. അതേസമയം ഹറമിലുള്ളവർക്ക് തിരിച്ചുവരാനായി വൈകുന്നേരം വരെ സർവീസ് ഉണ്ടാകും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുതിയ ബസ്സുകളാണ് തീർത്ഥാടകർക്ക് വേണ്ടി സർവീസ് നടത്തിയത്. ഹറമിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ബസ് കമ്പനികൾക്ക് മിന സർവീസ് ഒരുക്കങ്ങൾക്കും വേണ്ടിയാണ് സർവീസ് അവസാനിപ്പിച്ചത്. കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് അനാച്ഛാദനം ചെയ്തു.
സത്യം, അഹിംസ തുടങ്ങി ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ എംബസിയിലെ ഗാന്ധി പ്രതിമ പ്രചോദനമാകുമെന്ന് VK സിംഗ് അഭിപ്രായപ്പെട്ടു. എംബസി അങ്കണത്തിൽ പ്രധാന കെട്ടിടത്തോട് ചേർന്നാണ് വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. ചടങ്ങിൽ സ്ഥാനപതി സുനിൽ ജെയിൻ അധ്യക്ഷനായിരുന്നു. എംബസി ഉദ്യോഗസ്ഥർ, പ്രവാസി പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമ്മർ ടൂറിസം സീസണായ ആഗസ്റ്റിൽ ഖത്തറിലെത്തിയ ഗൾഫ് സന്ദർശകരുടെ എണ്ണത്തിൽ 7% വർധനയെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി വ്യക്തമാക്കി. സമ്മർ ഫെസ്റ്റിവൽ കാലത്തെ മൊത്തം സന്ദർശകരുടെ എണ്ണത്തിൽ 2% വർധനയുണ്ട്. ഖത്തറിലെത്തിയ വിനോദസഞ്ചാരികളിൽ സൗദി, UAE സ്വദേശികളാണ് മുന്നിൽ. ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ GCC രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലെത്തിയ സന്ദർശകരിൽ മുന്നിൽ നിൽക്കുന്നത് സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സൗദിയിൽ നിന്നും 9%, UAEയിൽ നിന്നും 11% അധികം സന്ദർശകരാണ് ഖത്തറിലെത്തിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിനെ അപേക്ഷിച്ച് 7% ഗൾഫിൽ നിന്നുള്ള സന്ദർശകരുടെ വർധന. ബഹ്റൈനിൽ നിന്നുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ 2% വർധന. ഖത്തർ സമ്മർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് സന്ദർശകർ കൂടുതലായും രാജ്യത്തെത്തിയത്. അതേസമയം ഒമാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ 6% കുറവാണ് രേഖപ്പെടുത്തിയത്. ഖത്തർ, ഒമാൻ സന്ദർശക വിസയിലെത്തുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2% വർധനയുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ 6% വർധന. ഈ മാസം 12-ന് ബലിപെരുന്നാൾ ആഘോഷവും ഒക്ടോബറിൽ കപ്പൽ വിനോദസഞ്ചാര സീസണും നടക്കുന്നതിനാൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഇനിയും വർധനയുണ്ടാകും. മീഡിയ 1, ദോഹ. ബഹ്റൈനിൽ ബലിപെരുന്നാൾ പ്രമാണിച്ച് സർക്കാർ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 11 മുതൽ 14 വരെയാണ് അവധി. അടുത്ത ആഴ്ച ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ 4 ദിവസങ്ങളിൽ രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറഞ്ഞു. ജുബൈലിൽ മണി എക്സ്ചേഞ്ച് കമ്പനിയുടെ പണം കൊള്ളയടിച്ച സംഘത്തെ പിടികൂടി. വിദേശ പണമിടപാട് നടത്തുന്ന എക്സ്ചേഞ്ച് കമ്പനിയുടെ 12 മില്യൺ റിയാലാണ് കവർച്ച സംഘം കൊള്ളയടിച്ചത്. വിവരമറിഞ്ഞ പോലീസ് അന്വേഷണ സംഘം സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സംഘത്തെ പിടികൂടിയത്. ഇന്നലെ രാവിലെ 7 മണിക്ക് ജുബൈലിൽ വെച്ചാണ് പണം കവർന്നത്. റിയാദ് ഹൈവേയിലെ ഹജ്രത്ത് സലാസിൽ എന്ന സ്ഥലത്ത് വെച്ചാണ് സംഘത്തെ പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കവർച്ച സംഘത്തെ ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് വലയിലാക്കിയത്. ഒമാനിലെ സലാലയ്ക്കടുത്തുള്ള പ്രസിദ്ധ അരുവിയാണ് ഗർസിസ്. ശുദ്ധജലത്തിന് പേരുകേട്ട ഗർസിസിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. സലാലയിൽ പ്രവാസിയായ കണ്ണൂർ സ്വദേശി അനീസ് അഹമ്മദ് പകർത്തിയ ദൃശ്യങ്ങൾ കാണാം ഇനി. ഇതോടെ മിഡി സ്റ്റവറിയുടെ പൂർണ്ണമാവുകയാണ്. ശേഷം സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം.